ഹായ് ഹലോ നമസ്കാരം. ജെയിംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ട്രെയിലർ റിലീസിന്റെ അപ്ഡേറ്റ് ഇന്ന് വരും, പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേറ്റ് ഇന്ന് വരും എന്ന് പറഞ്ഞിട്ട് അർച്ചന കൽപ്പാത്തി ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ്. ആ പോസ്റ്റിൽ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് കുറച്ചു കപ്പിൾ ഓഫ് ഡേയ്സ് തരണം, എന്തായാലും നാളെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിലർ അപ്ഡേറ്റ് ഞങ്ങൾ തരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എന്റെ താഴെ നല്ല കമന്റുകളും അല്ലാത്ത കമന്റുകളും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഗോട്ട് എവിടെ എത്താൻ, ഇത് എങ്ങോട്ട് പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഊക്കിയിട്ടുള്ള കമന്റും ഉണ്ട്. എന്നാൽ ഗോട്ട് വിജയ് പുള്ളി വന്ന് നിന്നാൽ അത് മതി എന്നുള്ള രീതിയിലുള്ള കമന്റ്സും വന്നിട്ടുണ്ട്. എനിവേ, അതിന്റെ ഒരു പ്രോപ്പർ അപ്ഡേറ്റ് വാക്ക് പാലിച്ചുകൊണ്ട് അർച്ചന കൽപ്പാത്തി തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ചെയ്താണ് ട്രെയിലർ റിലീസ് ഡേറ്റ് അപ്ഡേറ്റ് ടുമോറോ അറ്റ് 6 PM 6 മണിക്ക് വൈകുന്നേരം വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി ആർ ഓൾ വെയിറ്റിംഗ് എന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മാത്രമല്ല സഹോദരി, ഞങ്ങൾ എല്ലാവരും കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യാണ് വിജയുടെ ഒരു സാധനം വരാൻ വേണ്ടി. എസ്പെഷ്യലി കങ്കു ഇങ്ങനെ കത്തി കയറി നിൽക്കുന്ന സമയത്ത്, വിജയനെ കുറച്ചളവ് ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ നല്ലൊരു അപ്ഡേറ്റ് തന്നതിൽ താങ്ക് യു. മാത്രമല്ല, നാളെ ഇത് കയ്യിൽ നിന്ന് പോയാൽ അതോടെ സംഭവം തീർന്നു. അത് എടുത്തു പറയാലോ. ഈ സിനിമയുടെ ഹൈപ്പൊന്നും ഞാൻ കാര്യമൊക്കെ എടുക്കുന്നില്ല, കാരണം ഹൈപ്പ് അവർ കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ അതിന് ഹൈപ്പ് 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 എന്ന് പറയേണ്ടതോ അല്ലെങ്കിൽ സാധാരണ വിജയ് പടത്തിന്റെ ഹൈപ്പ് ഇല്ലല്ലോ എന്നും പറയുന്നില്ല. കാരണം അങ്ങനെ പല ആളുകളും പറയുന്നുണ്ട്, ഇതിപ്പോ സാധാരണ വിജയ് പടം വരുന്ന ഹൈപ്പ് പോലും ഇതിനില്ല, വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് വിജയ് സിനിമ നിർത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇത്ര ഹൈപ്പ് ഇല്ല എന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് തന്നെ ഒരു പ്രത്യേകതയല്ലേ. ഞാനത് പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഒരു വിജയ് പടം വെറുതെ ഒന്ന് അനൗൺസ് ചെയ്താൽ തന്നെ കിട്ടുന്ന ഹൈപ്പ് എന്താ, അത് ഈ സിനിമയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇവരുടെ ഒരു വിജയമാണ്. കാരണം ഇത്രയും വലിയൊരു സ്റ്റാർ, ഒരു പക്ഷെ ഇത്രയും ആരാധകരുള്ള വേറെ ഏത് നടനുണ്ട്? ഇല്ല. തമിഴിൽ ഏതെങ്കിലും നടനുണ്ടോ ഇത്ര ആരാധകർ? ഈവൻ രജനീകാന്തിനുണ്ടോ? ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. അത് സമ്മതിക്കാൻ പലപ്പോഴും പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ഞാൻ ഇന്നലെ അത് പറഞ്ഞ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു നടൻ കയറി വിജയ് അല്ലെങ്കിൽ തലപതി എന്ന് പറഞ്ഞാൽ, ദളപതി അല്ലെങ്കിൽ തലപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പഞ്ച്, ആ ഒരു ആരവം, അത് തന്നെ അതിന്റെ ഒരു ഉദാഹരണമാണ്. അത് വിജയിന്റെ പ്രോഗ്രാമിൽ തന്നെ പോണ്ട, വെറുതെ എല്ലാവരും ഈ പറഞ്ഞ രജനീകാന്തും സൂര്യയും അജിത്തും എല്ലാവരും ഉള്ള ഒരു പരിപാടിയാണെങ്കിൽ പോലും അതിൽ വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദളപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഫീൽ, അത് ഭയങ്കര രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണ്. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. സോ ഫാൻ പവർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അത്രയും ഫാൻ പവർ ഉണ്ടായിട്ടും ഇത്രയും ഫോഴ്സ് ഉണ്ടായിട്ടും ഇതിന്റെ ഹൈപ്പ് വർക്ക് ചുരുക്കാൻ കഴിഞ്ഞെങ്കിൽ സിനിമ നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ നിർത്തില്ല എന്നുള്ളത് വേറെ കാര്യം. കാരണം പുള്ളിക്കാരൻ അത് പിന്നീട് റിവീൽ ചെയ്തു. പല തമിഴ് ന്യൂസ് ചാനലുകളും അത് പറയുകയും ചെയ്തു, സിനിമ നിർത്തില്ല, പക്ഷെ ഇപ്പൊ ഉണ്ടാകുന്ന പോലെ അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് സിനിമകൾ വരാനുള്ള സാധ്യത ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ മുഴുവനായിട്ട് നിർത്തില്ല. പിന്നെ വിജയ് തന്നെ പറഞ്ഞു ഈ വെങ്കട് പ്രഭുവിന്റെ കൂടെ ഇനിയും സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അപ്പൊ എന്തായാലും മുഴുവനായിട്ട് സിനിമയൊന്നും പോക്കുണ്ടാവില്ല. അപ്പോ എന്തൊക്കെയാണെങ്കിലും ഈ സിനിമ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇത് വിജയുടെ അവസാന സിനിമയായിരിക്കും എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇതിനുശേഷം ഈ സിനിമയിൽ നിന്ന് വലിയൊരു ഗ്യാപ്പ് എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. തലപതി 69, 70 ഒക്കെ ഇതിന് ശേഷം വരുള്ളൂ എന്ന രീതിയിലും, അത് ഇനിയേഷൻ തന്നെ ഒരുപാട് സമയം എടുത്തതിന് ശേഷം ഇത് ഏറ്റത് കൊണ്ട് വന്നേക്കാം എന്നുള്ള രീതിയിലൊക്കെ വാർത്ത വന്നപ്പോൾ വളരെയധികം പ്രതീക്ഷയോടെ ഈ ആരാധകരടക്കം കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ഹൈപ്പ് കുറക്കാൻ സാധിച്ചെങ്കിൽ എങ്ങനെ കുറച്ചു എന്നുള്ള ഒരു ചോദ്യമാണ്. ഇതിന്റെ പോസ്റ്റർ വലിയ സംഭവമല്ല, ഇതിന്റെ ഫസ്റ്റ് ലുക്ക് വലിയ സംഭവമല്ല. ഇപ്പൊ ലാസ്റ്റ് വന്ന സംഭവത്തിൽ വരച്ചു വെച്ച പോലെ പാട്ടാണെങ്കിൽ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. ഇതൊക്കെ ഇവർ മനഃപൂർവ്വം ചെയ്തതാണെങ്കിലോ, ആണെങ്കിൽ മക്കളെ പടം വരുമ്പോ കിളി പാറും. അമ്മാതിരി സാധനമായിരിക്കും വിജയ്ക്ക് വേണ്ടിയിട്ട് ഈ വെങ്കട് പ്രഭു നമുക്ക് തരാൻ പോകുന്നത്. പിന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് വെങ്കട് പ്രഭുവിന്റെ ഡ്രീം പ്രൊജക്ട് എന്നാ പറയുന്നത്. പല ആളുകളും മാസ് എന്ന് പറഞ്ഞിട്ടുള്ള ചപ്പളാച്ചി പടം എടുത്ത് വെച്ചിട്ട് ഇത് ചെയ്ത സംവിധായകനെല്ലാം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാനാട് എന്ന് പറയുന്ന ഒരു ഗംഭീര പടം എടുത്തു വെച്ചതും ഈ മനുഷ്യൻ തന്നെയാണ്. സോ പുള്ളിക്കാരന് കഴിയും, അതിൽ യാതൊരു ഡൗട്ടും വേണ്ട. ഇന്നും നമ്മൾ പറയുന്ന ഡയലോഗ് ഉണ്ട്, വന്ത നിന്ന സുട്ട റിപ്പീറ്റ്. ആ സംഭവം ഉണ്ട്, വന്ത നിന്നല്ലോ വന്ത സുട്ട റിപ്പീറ്റ്. എന്തായാലും ആ ഡയലോഗ് അറിയാലോ. അത് ഇപ്പോഴും നമ്മൾ വലിയ സംഭവമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതുണ്ടാക്കി വെച്ചിരിക്കുന്നതും ഈ പറയുന്ന വെങ്കട് പ്രഭു തന്നെയാണ്. ആ സിനിമ ചെയ്തിരിക്കുന്നതും ഈ പറയുന്ന വെങ്കട് പ്രഭു തന്നെയാണ്. അപ്പൊ വിജയ് പോലെ ഒരു നടനെ കിട്ടിക്കഴിഞ്ഞാൽ അതും അദ്ദേഹത്തിന്റെ ഡ്രീം പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി പുറത്തേക്ക് വിടുന്ന ഒരു സിനിമ, അത് വെറുതെ അങ്ങോട്ട് ഒന്നും അല്ലാണ്ടായി പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും ട്രെയിലർ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. പിന്നെ എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഇത് പല ആളുകളും പലപ്പോഴും ചോദിച്ചു കേട്ടിട്ടുള്ളതാണ്, ഞാനും ഈ അവസരത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് വിജയിനെ എല്ലാവരും കുറ്റം പറയും, ഇത് പോരാ, അങ്ങനെ പോരാ, ഇങ്ങനെ പോരാ, ഇയാൾ 5 വയസ്സൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കടന്ന് കുറ്റം പറയും. എന്നിട്ട് സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ പോയി കാണുകയും ചെയ്യും. നിങ്ങൾ ഈ സിനിമ കാണുന്നത്
വളരെ നിങ്ങളുടെ എത്തിക്സിന്റെ പരമായി ഒരു സിനിമ കണ്ടതിന് ശേഷം മാത്രം കുറ്റം പറഞ്ഞാൽ മതി, അത് മോശം കുറ്റം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണുന്നതല്ല. അല്ലെങ്കിൽ വിജയ്ക്ക് ഈ പടം വിജയിച്ചോട്ടെ എന്ന് കാണുന്നതല്ല. വിജയാണ്. സ്ക്രീൻ പ്രസൻസ് അത് ഗംഭീരമായിരിക്കും. അത് വേറെ ലെവലാണ്. അത് കാണുക, ആസ്വദിക്കുക. പുള്ളീന്റെ ഒരു സ്വാഗ്, ആ തരത്തിലെ ടൈപ്പ് ഓഫ് മൂവീസ്. ഒരു വിജയ് പടം എന്ന് പറഞ്ഞത് ഒരു യുണീക്നെസ് ഉണ്ട് അതിന്. ആ ഒരു ബ്രാൻഡ് നെയിം ഭയങ്കരമാണ്. ആ ഒരു യുണീക്നെസ് എന്താണ്? അത് വിജയിന്റെ ചില സംഭവങ്ങൾ, ചില കാട്ടിക്കൂട്ടൽസ്, ഇതൊക്കെ രസമാണ്. അത് എൻജോയ് ചെയ്യാനാണ് നിങ്ങൾ തിയേറ്ററിൽ പോകുന്നത്. സോ അതുപോലെ തന്നെയാണ് ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഒരു യുണീക്നെസ് ഉണ്ടല്ലോ, അതിനെയാണ് വിജയിനെ വേറിട്ട് നിർത്തുന്നതും. അപ്പോൾ ഇത്രയും കുറ്റം പറഞ്ഞിട്ട് പിന്നെ നിങ്ങളിത് പോയി കാണുകയും ചെയ്യാം, അത് കാര്യമില്ല. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് പോപ്കോണൊക്കെ തിന്ന് എൻജോയ് ചെയ്ത് വന്നിട്ട് വിജയ് എന്ത് സെയിം കുറെ പച്ചമുളക് പാടുന്നു, കുറെ അങ്ങനെ ആക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിജയിനെ കുറ്റം പറയുകയും ചെയ്യും. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, വിജയിന്റെ പല വീഡിയോസ് പറയുമ്പോൾ എന്റെ താഴെ പല ആളുകളും വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ സൂര്യന്റെ ചെയ്യുമ്പോൾ നീ എന്തിനാണ് സൂര്യനെ ഇഷ്ടപ്പെടുന്നത്, നീ വിജയിന്റെ ആളല്ലേ എന്ന് ചോദിച്ചിട്ട് പല ആളുകൾ പറയാറുണ്ട്. ഒരു വിജയിനെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വിജയിന്റെ ആളാണ്, വിജയന്റെ ഫേവറേറ്റ് ആക്ടർ എന്ന് വെച്ചിട്ട് സൂര്യനെ ഇഷ്ടപ്പെടാൻ പാടില്ലേ? അങ്ങനെയൊന്നുമില്ല. വിജയിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് സൂര്യനെ ഇഷ്ടപ്പെടാൻ പാടില്ല, മമ്മൂക്കനെ ഇഷ്ടപ്പെട്ടാൽ ലാലേട്ടനെ ഇഷ്ടപ്പെടാൻ പാടില്ല, പൃഥ്വിരാജിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദിലീപിനെ ഇഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമകളാണെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കുക. ഇപ്പോൾ നടൻ എന്ന രീതിയിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഗംഭീര നടനായിട്ട്, നടിപ്പിൻ നായകൻ എന്നുള്ള പേര് എത്രയും ആപ്റ്റ് ആയിട്ടുള്ള ആളാണ് സൂര്യ. എന്ന് വെച്ചിട്ട് എനിക്ക് വിജയിനെ ഇഷ്ടപ്പെടാൻ പാടില്ലേ? അങ്ങനെയൊന്നുമില്ല. നല്ല നടന്മാരാണെങ്കിൽ എല്ലാവരെയും ഇഷ്ടം, ആരോടും വെറുപ്പൊന്നുമില്ല. നല്ല സിനിമകൾ നമ്മൾ അംഗീകരിക്കും. പക്ഷെ ഈ മനുഷ്യന്റെ ഒരു സാഗ്, ആ മനുഷ്യന്റെ ഒരു ഒരു എന്താ പറയാ, ഒരു ഓറ, ആ ഒരു സ്ക്രീൻ പ്രസൻസ്, അത് ഭയങ്കരം തന്നെയാണ്. അത് നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പൊ നാളെ ഇതിന്റെ ഒരു കിടിലൻ അപ്ഡേറ്റ് നമുക്ക് നാളെ 6 മണിക്ക് കിട്ടുമായിരിക്കും. മിക്കവാറും അതിന്റെ ഒരു പ്രൊമോ ആയിരിക്കും, റെഗുലർ പ്രൊമോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ.